നമസ്തേ. എല്ലാവർക്കും ഭാരത ദർശനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാമെന്ന് വിചാരിക്കുകയാണ്. അതിനുശേഷം ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. കാരണം ഈ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ട് കുറേ നാളുകളായി. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാറുണ്ട്, നമ്മുടെ മിറക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിലെ സഹോദരിമാർ. അപ്പോൾ അത് ഒരു വീഡിയോ ആക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഇന്ന് അതിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിനു മുമ്പ് എനിക്ക് കിട്ടിയ രസകരമായ ഒരു ചോദ്യവും അതിനെനിക്ക് തോന്നിയ ഒരു ഉത്തരവും ഞാൻ പറയാം. എനിക്ക് ഒരാൾ അയച്ച ചോദ്യമാണ്. നമ്മൾ സായി സച്ചരിതത്തിൽ ഒരു ഭാഗം ഉണ്ടല്ലോ, സായി ബാബ തൻ്റെ ഗുരുവിനെ കണ്ടെത്തുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിൽ ബാബ പറയുന്നു, ഗുരു തന്നെ ഒരു കിണറിൻ്റെ മുകളിൽ തല കീഴായിട്ട് കെട്ടി തൂക്കിയിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണ് ഈ ഗുരു ബാബയെ തല കീഴായിട്ട് കെട്ടി തൂക്കിയിട്ടത് എന്നാണ് ചോദ്യം. നേരെ നിർത്തിയിട്ട് പറഞ്ഞു കൊടുത്താൽ ബാബയ്ക്ക് മനസ്സിലാവില്ല. എന്തിനാണ് അതും ഒരു കിണറിന്റെ മുകളിലൊക്കെ കൊണ്ട് തല കീഴായിട്ട് കെട്ടി തൂക്കിയിട്ടു എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു കഥയിൽ തന്നെ, അതായത് സായി സച്ചരിതത്തിൽ തന്നെ പറയുന്നുണ്ടെന്ന് തോന്നുന്നത് ഒരു സാങ്കല്പികമാണ് എന്ന്. പക്ഷെ എന്താ പറയുക, ഗീതയിലും പറഞ്ഞിട്ടുണ്ട് ഈ സംസാരം എന്ന് പറയുന്നത് ശാഖകൾ താഴേക്കും വേരുകൾ മുകളിലേക്കുമുള്ള ഒരു അശ്വത്ഥ വൃക്ഷം പോലെയാണ് എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലോകം ആകെ തല തിരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ തല കീഴായിട്ട് കിടക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഈ ലോകത്തിന്റെ ശരിയായ ഒരു വീക്ഷണം കിട്ടുന്നത്. മിക്കതും തല തിരിഞ്ഞാണല്ലോ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തല തിരിഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് ആധ്യാത്മിക രീതിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ നശ്വരമായ കാര്യങ്ങൾ കൂട്ടിവെച്ച് അതിൻ്റെ പുറകെ നമ്മൾ സമയം ചെലവഴിക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഒരു ദിവസം നമ്മൾ ഈ സമ്പാദിച്ചു കൂട്ടുന്നത് എല്ലാം ഇട്ടിട്ട് പോകണം. അപ്പൊ പോകുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളതാവട്ടെ നമ്മൾ സമ്പാദിച്ച സത്കർമ്മങ്ങൾ, നമ്മൾ സമ്പാദിച്ച പുണ്യകർമ്മങ്ങൾ മാത്രമാണുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം സനാതന ധർമ്മത്തില് പുനർജന്മം എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. പലരും പുതിയ കാര്യം കണ്ടുപിടിച്ച പോലെ പറയാറുണ്ട്. പിന്നെ ഈ പുനർജന്മം അത് വളരെ ഇതാണ്. കാരണം നമ്മുടെ ഏത് ഗ്രന്ഥത്തിലാണ് പുനർജന്മത്തെ പറ്റി പറയാത്ത ഏതൊരു പുരാണമാണുള്ളത്? എല്ലാ ഗ്രന്ഥങ്ങളിലും പുനർജന്മത്തെ പറ്റിയും നമ്മുടെ കർമ്മഫലത്തെ പറ്റിയും കർമ്മത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് പോകുമ്പോൾ കയ്യിലുണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേയില്ല. നമുക്ക് അടുത്ത ജന്മത്തിലേക്കും അതിൻ്റെ അടുത്ത ജന്മത്തിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സമ്പത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നാൽ കൊണ്ടുപോകാൻ പറ്റാത്തതും പലപ്പോഴും നമുക്ക് വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നത്, മുമ്പോട്ടുള്ള ആ ഒരു പ്രയാണത്തിൽ ഉയർന്നു പോകാൻ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ അതൊരു തലകീഴായ ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ചില ഭാഗത്തൊക്കെ ഉണ്ട്, ആളുകൾ മരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ആഘോഷമായിട്ടൊക്കെ കൊണ്ടുപോകണ ഒരു പരിപാടി. ഒന്നോർത്താൽ ജനിക്കുമ്പോൾ കരയുകയും മരിക്കുമ്പോൾ ചിരിക്കുകയാണ് വേണ്ടതെന്ന് പറയും. ചില ആചാര്യന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരു കുട്ടി ഈ കർമ്മഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത് എക്സ്പീരിയൻസുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇനിയും കുറേ എക്സ്പീരിയൻസുകൾ സമ്പാദിച്ച് അടുത്ത ജന്മത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ കർമ്മഭൂമി എന്ന് പറയുന്നത്, നമ്മുടെ ഈ കർമ്മഭൂമിയിൽ മിക്കവാറും പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. നല്ല ആത്മാക്കൾക്ക് ധാരാളം പരീക്ഷണങ്ങളെ നേരിട്ടാൽ മാത്രമേ ആ ഒരു മെച്യൂരിറ്റി, ഒരു പാകത വരികയുള്ളൂ. അതുകൊണ്ട് അതിനാവശ്യമുള്ള പരീക്ഷണങ്ങൾ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. മായയിൽ അകപ്പെട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ആ കാര്യം പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ അവർക്ക് എടുത്താൽ പൊങ്ങാത്ത പഠനഭാരവും പിന്നെ അങ്ങോട്ട് അവർക്ക് ക്ലേശമാണ്. നമ്മളിപ്പോൾ അച്ഛനമ്മമാർ എത്ര പണം സമ്പാദിച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞാലും എത്രയൊക്കെ സുഖജീവിതം മക്കൾക്ക് കൊടുക്കാൻ ശ്രമിച്ചാലും അവർക്ക് അവരുടേതായ കഷ്ടപ്പാടുകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോയേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കുട്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഒരു കൊച്ച് കഷ്ടപ്പെടുവാണല്ലോ എന്നാണ് സത്യത്തിൽ വിചാരിക്കേണ്ടത്. അതോർത്ത് നമ്മൾ കരയുകയാണ് വേണ്ടത്. കാരണം കഷ്ടപ്പാടുകളിലേക്കും പരീക്ഷണങ്ങളിലേക്കും ഒക്കെ ഒരു ആത്മാവിനെ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ആത്മാവ് ദേഹം വെടിഞ്ഞു പോകുമ്പോൾ ഈ മായാഭൂമിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഈ ദേഹത്തിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇവിടെയുള്ള ഈ ഒരു കുസ്തിപിടുത്തത്തിനും ഈ ഒരു കർമ്മത്തിനും വിരാമം ഇട്ടിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ഒരു തലത്തിലേക്ക്, ഒരുവിധം നന്മകളൊക്കെ ചെയ്ത ആത്മാക്കൾ അങ്ങനെയുള്ളൊരു തലത്തിലേക്കാണ്, അസ്ട്രൽ പ്ലെയിനിലേക്കാണ് പോകണേന്ന് എല്ലാവരും പറയാറുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പരലോക നിയമങ്ങൾ വായിച്ചിട്ടുണ്ട്, നമ്മുടെ വിഷ്ണു പുരാണങ്ങൾ, അങ്ങനെ പല പുരാണങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ ഈ ശരീരത്തിൻ്റെതായ ഒരു ഭാരം ഇല്ലാതെയാണ് പോകുന്നത്.
അപ്പോൾ യഥാർത്ഥത്തിൽ രോഗം കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള മാനസിക പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ഒരു ആത്മാവ് ഈ ഒരു ഭാരം ഉപേക്ഷിച്ച് പോകുമ്പോൾ അവർക്ക് തൽക്കാലത്തേക്കെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടിയല്ലോ, അടുത്ത ജന്മത്തിലേക്ക് അവർ എന്താ പറയുക, ഒരു നല്ല വസ്ത്രം എടുത്തിടാനായിട്ട് പോവാണല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടതെന്ന് പറയും. അതിന് പകരം നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുന്നത്. ജനിക്കുമ്പോൾ ചിരിക്കുകയും മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ തല തിരിഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ബാബ അവിടെ തല കീഴായിട്ട് തൂക്കിയിട്ടു എന്ന് പറയുന്നത്. പലപ്പോഴും ഗുരുക്കന്മാർ നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് കണ്ണ് തുറപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ തല കീഴ്ക്കനാമ്പാടാണ് എല്ലാം കണ്ടുകൊണ്ടിരുന്നതെന്ന്. അതായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ മിറാക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകളാണെങ്കിൽ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ സത്സംഗമാണ് മെയിനായിട്ടും. രാവിലെ മെഡിറ്റേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ദിവസത്തിന്റെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള മിറാക്കിൾ മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ പൗർണമിക്ക് അതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ നമ്മൾ പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ, സേവ. പിന്നെ എന്താ വെച്ചാൽ പലപ്പോഴും ഗുരു തോന്നിക്കുന്നത് ചില മെസ്സേജുകൾ രാവിലെ അത് ഗുരു തന്നെ എന്നിലൂടെ ഗ്രൂപ്പിലേക്ക് കൊടുക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ സഹോദരിമാർ പറയാറുണ്ട് അവർക്ക് ആവശ്യമുള്ള ആ മെസ്സേജ് അന്ന് കിട്ടിയെന്നും. ഇതിൽ എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് തോന്നിയത് ആ സഹോദരിയുടെ പേരോ ആ എക്സ്പീരിയൻസോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സഹോദരി. പക്ഷേ ഞാനൊരു ദിവസം ആത്മഹത്യയെ പറ്റി ഒരു മെസ്സേജ് ഇട്ടപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സഹോദരിയുടെ മെസ്സേജ് വന്നു. ആത്മഹത്യക്ക് തുനിഞ്ഞ ആ സഹോദരി അതീവ ദുഃഖം അനുഭവിച്ച ഒരു സഹോദരിയാണ്. അപ്പോൾ ആത്മഹത്യയിലേക്ക് പോയ ആ സഹോദരിയെ ബാബ എങ്ങനെ മിറാക്കുലസ് ആയിട്ട് ആ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചുവെന്നും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ബാബ കൂടെ ഉള്ളപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കില്ലല്ലോ ചേച്ചിയെന്ന് ഞാൻ ആ ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തു, എന്നെ വിളിച്ച് ഇത് പറഞ്ഞപ്പം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്ന് പറഞ്ഞാൽ ബാബി മോഹൻജി ആണെന്ന്. അപ്പോൾ അവർ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരാൻ പാടില്ല. പക്ഷെ വന്നു പോയി എങ്കിലും അതിൽ നിന്ന് ബാബ പിന്തിരിപ്പിച്ചു. അത് എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവമായിട്ട് തോന്നി. പിന്നെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്വപ്നയുടെ ഒരു മെസ്സേജാണ്. സ്വപ്നയ്ക്കുണ്ടായ ഗുരുവായൂർ പോയപ്പോണ്ടായ ഒരു മിറാക്കുലസ് എക്സ്പീരിയൻസ്. സ്വപ്നയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്വപ്ന നേരത്തെ വന്ന് മൈത്രി എടുത്തിട്ടുണ്ടായിരുന്നു. മൈത്രി എടുത്തു കഴിഞ്ഞപ്പോൾ വളരെ അവിചാരിതമായിട്ട്, ഞാൻ അതുവരെ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല ആർക്കും, തിരുപ്പതി വെങ്കിടാചലപതിയാണ് ഞാൻ കണ്ടത്, തിരുപ്പതിയിലെ ഭഗവാനെ. അപ്പം അത് തിരുപ്പതി ഭഗവാൻ എന്ന് പറയുന്നത് അബണ്ടൻസിന്റെ, അതായത് ധനത്തിന്റെ അതിദേവതയായിട്ടാണ്, സമ്പത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു മൂർത്തിയായിട്ടാണ് ഭഗവാനെ നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ സ്വപ്നയോട് പറഞ്ഞു ഇങ്ങനെ തിരുപ്പതി ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടല്ലോ സ്വപ്നയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ സ്വപ്ന പറഞ്ഞത് ഞാൻ വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ സ്വപ്നയ്ക്ക് ആദ്യം തുറന്നു പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും സ്വപ്ന അത് തുറന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സ്വപ്ന മറ്റുള്ളവരെ സഹായിച്ചതിലൂടെ ചെന്നുപെട്ട ഒരു സാമ്പത്തിക ബാധ്യതയാണ്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനസ്ഥിതിയുള്ളവർ പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാറുണ്ടല്ലോ. അത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് സമയത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരുടെ സമയത്തിന് യാതൊരു വില കൽപ്പിക്കാത്ത ആൾക്കാരും ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് ഒരു ലേഡി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറല്ല അവർ. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. സമ്പത്ത് കൂടിപ്പോയതുകൊണ്ടുള്ള പ്രശ്നമാണ്. സമ്പത്തെല്ലാം കൊടുത്തിട്ട് മക്കൾക്ക് തൃപ്തിയാകുന്നില്ല, ഇനിയും വേണമെന്ന് പറഞ്ഞ് അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പരിസ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ. ഇപ്പം അമ്മയെ നോക്കാൻ ആരുമില്ല, സമ്പത്ത് വേണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൂടെ കടന്നു പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഈ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ ചേർന്നോളൂ. അവർക്കാണെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുക്കൾ ഇപ്പോഴും കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ താല്പര്യമില്ല. ഞാൻ പറയുന്ന സേവകൾക്ക് കൂടാൻ താല്പര്യമുണ്ടോ? നമ്മൾ ഇങ്ങനെ അശരണരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സേവകൾ ചെയ്യുന്നുണ്ട്, അതിന് താല്പര്യമില്ല. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്താണ് താല്പര്യം? ഇനിയിപ്പോൾ വല്ല കൗൺസിലിംഗ് ആണോ ആവശ്യം, മനപ്രയാസം മാറാൻ? അങ്ങനെയാണെങ്കിൽ ഒരു നോമിനൽ ഫീ കൊടുക്കേണ്ടി വരും, ആ കൗൺസിലിംഗ് തരാൻ പറ്റിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനും താല്പര്യമില്ല. ഇടയ്ക്ക് വിളിച്ച് എന്നോടൊന്ന് സംസാരിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല. കാരണം വെറുതെ വിളിച്ച് സംസാരിക്കുക, അവർ പറയുന്നത് കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ പറയുന്നത് അങ്ങോട്ടേക്ക് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല, നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമില്ല, എന്തെങ്കിലും സേവ ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പോഴും ആ പണം അവർ കൂട്ടിവെച്ചിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി ആയിരിക്കണം. ആ മക്കളാണെങ്കിൽ ഇതിൻ്റെ പേരിൽ പിണങ്ങുകയും ചെയ്തു. അപ്പോൾ ചില എക്സ്പീരിയൻസുകൾ വന്നാലും പഠിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. മിക്കവാറും എൻ്റെ ഫോണിൽ വിളിക്കുന്നവർക്ക് അറിയാം, ഇപ്പം മിക്കവാറും ഡോട്ട് ഡിസ്റ്റർബ് മോഡിലായിരിക്കാം. കാരണം
ഗ്രൂപ്പിലുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ എനിക്ക് അത്രയും സമയം ചെലവഴിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ പറയാറുണ്ട് എപ്പോഴും, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അത്യാവശ്യ കാര്യമാണെങ്കിൽ ഞാൻ തിരിച്ച് വിളിച്ചോളാം എന്ന്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ, ഈ അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ സമയത്തിന് ഒരു വില കൽപ്പിച്ചിട്ടില്ല. നമ്മുടെ സമയത്തിന് മൂല്യമുണ്ട്. സമയം വളരെ അമൂല്യമാണ്. നമുക്ക് വളരെ കുറച്ച് സമയമാണ് കിട്ടിയിട്ടുള്ളത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സഹായം അർഹിക്കുന്നവർക്കാണോ എന്ന് കൂടെ ചിന്തിക്കുക എന്നുള്ള ഒരു പാഠം കൂടി അതിലുണ്ട്. ഏതായാലും സ്വപ്നയുടെ വോയിസ് ക്ലിപ്പിലേക്ക് പോവാം. ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. അതിനു മുമ്പേ ദീപാജിയുടെ ഭാരത ദർശനം യൂട്യൂബ് ചാനൽ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായി. പിന്നെ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള കുറേ സഹോദരിമാർ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും അവരുടെ വിഷമങ്ങളായാലും ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. എല്ലാവരും പറയുന്നത് പോലെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് ദീപാജി ഉണ്ടെന്നുള്ള ഒരു തോന്നലല്ല, ദീപാജി ഉണ്ട്. ഇതിനൊരു ഒറ്റപ്പെടൽ ഒരിക്കലും തോന്നിയില്ല എനിക്ക്. ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഗുരുവിനെ കാണാൻ സാധിച്ചു. ഗുരു എന്നും കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം, ഒരു മനസ്സമാധാനം എന്നും ഉണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അതിൽ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ അധികം പോയിട്ടുണ്ടായിരുന്നില്ല. കണ്ണനോട് ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ എനിക്കധികം സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു, എനിക്കൊന്ന് ഗുരുവായൂരിൽ പോയി കണ്ണനെ തൊഴണമായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. ഒരു ദിവസം എറണാകുളത്ത് പോയ സമയത്ത് ഓക്കെ പോവാമെന്ന് സമ്മതിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ നല്ല തിരക്കായിരിക്കും, ക്യൂ നിൽക്കേണ്ടി വരും. എനിക്ക് ക്യൂ നിൽക്കാനൊന്നും പറ്റില്ല, പുറത്തു നിന്ന് തൊഴുതിട്ട് വരുവാണെങ്കിൽ ഓക്കെ. അപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഓക്കെ പറഞ്ഞു. അവരൊക്കെ ഫോമർ ചീഫ് മിനിസ്റ്ററിൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് ആണ്. അപ്പോൾ നേരത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൊഴുതു വരുന്നവരാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആരോടെങ്കിലും പറഞ്ഞാലോ? അപ്പോൾ പറഞ്ഞു, അതൊന്നും പറ്റില്ല, എനിക്ക് ആരോടെങ്കിലും ചെന്ന് റെക്കമെൻഡ് ചെയ്യാനൊന്നും പറയാനൊന്നും പറ്റില്ല. അവിടെ പുറത്തുനിന്ന് തൊഴാൻ പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം, തൊഴുതിട്ട് വരാം, ഓക്കെ. അവിടെ എത്തി നോക്കുമ്പോഴേ ഭഗവാനെ, എന്തോ വിശേഷ ദിവസമാണ്. ക്യൂ മേൽപ്പത്തൂർ ഓഡിറ്റോറിയവും കഴിഞ്ഞ് അങ്ങോട്ട് നീണ്ടു കിടക്കുവാണ്. എനിക്കാണെങ്കിൽ പുറത്തുനിന്ന് നോക്കിയിട്ടൊന്നും കാണാനും പറ്റുന്നില്ല. വിളക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ അവിടുന്ന് ഭഗവാനെ എന്താ ഇപ്പം ചെയ്യാം? അപ്പം എനിക്ക് 2 എൽഡർ ബ്രദേഴ്സാണ്, എന്നേക്കാൾ മൂത്തവരാണ്. നല്ല ഏജിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് എപ്പോഴും മോഹൻജി എൻ്റെ ഒരു വലിയേട്ടനെ പോലെയാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, മോഹൻജി, എനിക്ക് കണ്ണനെ കാണണം, കണ്ടേ പറ്റൂ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്കൊന്നും പറയാനും പറ്റില്ല. ഞാനൊന്ന് ആരെങ്കിലും ഫോൺ ചെയ്ത് നോക്കിയാലോ, എനിക്കറിയുന്നവരെ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. എനിക്ക് അകത്ത് ചെന്നൊന്ന് കാണണമായിരുന്നു എന്ന്. അപ്പം ഞാൻ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ആരെയാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അറിയാമെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ക്യൂ നിൽക്കാൻ റെഡിയാണോ? എങ്കിലും ഓക്കെ, ക്യൂ നിന്ന് തൊഴാൻ പറ്റുമെങ്കിൽ തൊഴാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ക്യൂ പെട്ടെന്ന് നീങ്ങി, ഭഗവാനെ സുഖമായിട്ട് തൊഴാൻ പറ്റി. തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ ശീവേലിയുടെ ടൈമായിരുന്നു. അവിടെയെല്ലാം ക്ലീൻ ചെയ്യാണ്, ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തുന്നു. അവിടേക്ക് ഒഴിഞ്ഞു കിടക്കുവാണ്. കുറേ പേര് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളോട് പറഞ്ഞു, അപ്പുറത്തെ സൈഡിലോട്ട് മാറി നിൽക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ മാറി നിൽക്കുന്ന സമയത്ത് അവിടെ ഒന്നുമില്ല, അവിടെ ഇങ്ങനെ ക്ലീനായിട്ട് അവിടെ ഇരിക്കുവാണ്. അപ്പം ഞാനിങ്ങനെ എല്ലാവിടെയും ചെന്ന് നമ്മൾ ചിലപ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയുള്ളൂ, ഭഗവാനെ എൻ്റെ ചില വിഷമങ്ങളൊക്കെ മാറിക്കിട്ടുമോ, ഗുരു കൃഷ്ണ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്തൊരു മഹാലക്ഷ്മി മംഗലസ്തവം അവിടെ കിടക്കുന്നു. അപ്പം അവിടെ നേരത്തെ നോക്കുമ്പോൾ ഒന്നുമില്ല, അവിടെ ആരുമില്ല, ഒഴിഞ്ഞു കിടക്കുമായിരുന്നു അവിടെ ആ സ്ഥലത്ത്. അപ്പം എനിക്കത്, ഞാൻ കാലിൻ്റെ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് എടുത്തു. ഞാൻ ചുറ്റിലും നോക്കി, ആരുടെയെങ്കിലും ആണെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പം ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാനത് വായിച്ചുകൊണ്ട് നിന്നു. വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ശീവേലി വന്നു. ഒരു റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ ഭഗവാനെ എന്തോ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് സമയം ഭഗവാൻ അവിടെ നിന്നു. അപ്പം എനിക്ക് സന്തോഷമായി. എൻ്റെ മുന്നിൽ ഇഷ്ടം പോലെ തൊഴാൻ പറ്റി. ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ആനപ്പുറത്ത് ഭഗവാൻ അങ്ങ് അകത്ത് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അവിടെ ഫ്രണ്ടിൽ ചെന്ന്. അപ്പം എല്ലാവരും ഹരേ രാമ ഹരേ കൃഷ്ണ വിളിച്ച് തൊഴുന്നുണ്ട്. ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അപ്പോൾ എനിക്കൊരു തമാശയാണോ എന്താണോ എന്നറിയില്ല, ഞാൻ മോഹൻജിയോട് പറഞ്ഞു, മോഹൻജി, എനിക്കൊന്ന് കണ്ണനെ കാണണമായിരുന്നു.
എനിക്ക് ശരിക്കും ഒന്ന് കാണണമായിരുന്നു കണ്ണനെ എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് ഗുരു, എനിക്ക് സാധിക്കുമോ, എനിക്ക് ഭഗവാനെ ഒന്ന് കാണണം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് കണ്ണനെ നോക്കി എല്ലാവരും തൊഴാണ്, ഞാനും തൊഴാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഭക്തി, എന്താ പറയണ്ടേ, ഏത് ലോകത്താണെന്നറിയില്ല, അത്രയ്ക്കും മതിമറന്ന് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണനെ കാണുന്നുണ്ട് അവിടെ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ അവിടെ ആനപ്പുറത്തിരിക്കുന്ന വിഗ്രഹത്തെ അല്ല കാണുന്നത്. അവിടെ ഭഗവാന്റെ ഒരു രൂപം, ഭഗവാൻ ഓടക്കുഴൽ പിടിച്ചുകൊണ്ട്, അതായത് ഉണ്ണിക്കണ്ണനല്ല, ഒരു പകുതി ചാരി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചാരി കിടന്നതുപോലെ ഒരു രൂപമാണ് അവിടെ കാണുന്ന, ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ. ഞാനപ്പോൾ വിചാരിച്ചു ഇത് എന്തുവാണ്, ഞാൻ ആ രൂപത്തെയാണ് ഈ തൊഴുതുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഇത് ആനപ്പുറത്തുള്ള കണ്ണനല്ല, ഇത് വേറൊരു രൂപമാണ്. കണ്ണൻ്റെ രൂപം അവിടെ ഇങ്ങനെ കാണുവാണ്. അപ്പം എനിക്ക് തോന്നിയതാണോ എന്താണോ എന്ന് ഞാനിപ്പോൾ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഇത് അവിടെ കണ്ണനെ കാണുന്നുണ്ടോ, കണ്ണനെ കണ്ടു അവിടെ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കണ്ണനെയും കാണാൻ പറ്റുന്നില്ല, അത് ലൈറ്റല്ലേ അത് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് ശരിക്കും കാണുവാണ് അവിടെ, എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല, ഭഗവാനെ ഇതെന്തുവാണിത് എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സന്തോഷമായി. ഞാൻ ഗുരുവിനെ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഞാൻ ഗുരുവിനെ എന്താ പറയേണ്ടത്, ഞാൻ അവിടെ ഇരുന്ന് ഗുരുവിനെ അങ്ങ് പ്രണമിച്ച്, എനിക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ മേല. ഇതുപോലെ പല അനുഭവങ്ങളും. ഓം സായിറാം, ജയ് മോഹൻ ജി. ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. സ്വപ്നയ്ക്ക് അന്ന് മൈത്രി ചെയ്തപ്പോൾ ഞാൻ തിരുപ്പതി വെങ്കടാചലപതിയെ കണ്ടതും സ്വപ്നയുടെ കാലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്താണ്, ഭഗവാനെ കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോഴും ഈ ഒരു എക്സ്പീരിയൻസിലും സ്വപ്ന പറയുന്നത് മഹാലക്ഷ്മി സ്തവം കിട്ടിയെന്ന്. എന്ത് തന്നെ ആയാലും ഈ സ്വപ്ന പിന്നെ വേറൊരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഭയങ്കര ഇമോഷണലായിട്ടാണ് സ്വപ്ന സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ക്ലിപ്പ് ഇവിടെ ചേർക്കാത്തത്. വളരെ മിറാക്കുലസ് ആയിട്ട് സ്വപ്നയ്ക്ക് ആ ഒരു പ്രശ്നം, ആ ഒരു ഫിനാൻഷ്യൽ പ്രശ്നം മാറിക്കിട്ടി. ഒരിക്കലും തീരില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രശ്നമാണ്, അത് മാറിക്കിട്ടിയെന്ന് പറഞ്ഞിട്ട് സ്വപ്ന വളരെ ടച്ചിങ് ആയിട്ടൊരു മെസ്സേജ് എനിക്കിട്ടുണ്ടായിരുന്നു, മോഹൻജിക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു മെസ്സേജ് ഞാനിവിടെ ചേർക്കാത്തതിൻ്റെ കാരണം അത് വളരെ ഇമോഷണലാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അതിനൊരു സൊല്യൂഷനും കൂടെ കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. കാരണം സ്വപ്ന ചെയ്തത് മറ്റുള്ളവരെ സഹായിക്കലാണ്. അപ്പോൾ അതിനുള്ള ഇത് അവരുടെ കയ്യിൽ നിന്ന്, പ്രതിഫലം അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടെയുണ്ട്. അതാണല്ലോ ഏറ്റവും വലുത്. അതാണ് ഒരു എക്സ്പീരിയൻസിൽ കൂടെ എനിക്ക് മനസ്സിലായത്. നമസ്കാരം ദീപജി, അനീറ്റയാണേ. സന്തോഷം വെച്ചാൽ ഞാൻ ഇപ്പം ലൈഫിൻ്റെ ആ ഒരു ഇതേ മാറി. ഇപ്പം മോഹൻജിയുടെ ഇതിപ്പം ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പം ഒരു പ്രാവശ്യം മാത്രമേ എനിക്ക് 360 ഡിഗ്രി ആ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അത്രയും ടൈം എനിക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം പിന്നെ മറ്റത് ചെയ്യുന്നുണ്ട്, അത് ചിലപ്പം രാവിലെ ആയിരിക്കും. അപ്പോൾ ചില ദിവസങ്ങൾ എനിക്കൊന്ന് ഞാൻ മിക്കവാറും ആ ഗ്രൂപ്പിൽ കയറി അതിനകത്ത് ഇടാനും അങ്ങ് മറക്കും. ചില ദിവസം രാവിലെ ആയിരിക്കും, ചില ദിവസം വൈകുന്നേരങ്ങളിലും ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ശിർദി സായിബാബ മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നൊരു 50 എത്ര ഉള്ളൂ, 50 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു. അപ്പം അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഇപ്പം ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ന് വെച്ചാൽ മാനസികമായിട്ട് ഭയങ്കര, നമുക്ക് വർക്കിൻ്റെ പ്രഷർ, ജോലിക്ക് പോകുന്നതിന് അതിൻ്റെ ഒരു പ്രഷറോ ടെൻഷനില്ല. പിന്നെ അതല്ല ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം നമ്മൾ മോഹൻജിയിലേക്ക് എത്തിയത് തന്നെ നമ്മൾ ഈ ബാബാജിയോടും അതൊക്കെ നമ്മൾ ആ ഗുരുമണ്ഡലത്തിലോടുള്ള എൻ്റെ ശക്തമായ പ്രാർത്ഥന പോയതിനു ശേഷമാണ് എനിക്ക് മോഹൻജിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. എനിക്ക് അതിന് ലൈഫ് അത്രത്തോളം ചേഞ്ചായി. ഇപ്പം ഈ പറയുന്ന പോലെ ലൈഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവരിന് ഒരുപാട് പൈസ അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭയങ്കരമായിട്ട് മനസ്സമാധാനം ഒരുപാടെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേ, പണ്ടൊക്കെ ആണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് ലൈഫിന് എന്താ അർത്ഥം അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ഇപ്പം അങ്ങനല്ല. വെറുതെ ഇരിക്കുമ്പം പോലും മനസ്സിൽ എപ്പോഴും ഒരു സന്തോഷമായ ഒരു ഫീലിംഗ് ആണ്. അത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ദിവസം 5 മണിയായപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ ചേർന്ന ശേഷം ഒരു 3 ദിവസമായിട്ടുള്ളൂ. ഞാൻ വൈകിട്ടിരുന്ന പേപ്പറിനകത്ത് ഓം സായിനാഥായ നമഃ, ഓം ജയ് മോഹൻജി, ഇങ്ങനെ ഇത്ര എഴുതി 4 ലൈൻ ആയിട്ടേ ഉള്ളൂ. അന്നേരം എൻ്റെ ചേച്ചിക്ക് ഒരു ഫോൺ വരുന്നു, മകൻ്റെ. ചേച്ചി സിറ്റ് ഔട്ടിൽ പോയിരിക്കുന്നു. ഞാൻ അപ്പോൾ ഇത് എഴുതിക്കൊണ്ടിരുന്ന സമയം ചേച്ചി കഥ അടച്ചു. അപ്പോൾ ചേച്ചി വെളിയിലുണ്ട്, ഞാൻ അകത്തിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ ജനലിൻ്റെ ഭാഗത്ത് ഒരാളും ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു ബോധമൊന്നും വരുന്നില്ല. ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഒരു 5 മിനിറ്റ്. ഇതാരാ ഇനി എൻ്റെ ചേച്ചിയാണോ എന്ന് സംശയിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം എൻ്റെ ചേച്ചി കവർന്ന് കയറി വരുന്നു.
ചേച്ചി അവിടെ നിന്നായിരുന്നു. ഇല്ല, ഞാൻ മോന് ഫോൺ ചെയ്യുമായിരുന്നു കസേര ഇരുന്നുകൊണ്ട്. അയ്യോ എൻ്റെ ചേച്ചി അത് അപ്പം മോഹൻജി അല്ലേ എന്നെൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് പാഞ്ഞു വരുന്നു. ഞാൻ ഫോൺ തുറക്കുമ്പോൾ വരുന്നത് മോഹൻജിയുടെ ഞാൻ കണ്ട അതേ രൂപം. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചേച്ചി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കത്തില്ല ഇത്. പക്ഷെ അന്ന് മുതൽ ഞാൻ ആ ഒരു രൂപം കണ്ടത് മനസ്സുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഗായത്രി ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനിപ്പം ദീപാവലിയെ കാണാൻ അങ്കമാലി വരെ എത്തിയിരിക്കുന്നു. ഇനി എനിക്ക് മുൻപോട്ട് പോകണം, എനിക്ക് ശ്രദ്ധയിൽ പോകണം. അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങൾ. ഞാൻ ചേർന്നിട്ട് ഇപ്പോൾ ഒരു 3-3.5 ആഴ്ചയായിട്ടുള്ളൂ. ഞാൻ എന്താ ഇതിക്കുള്ളതൊക്കെ പറയുക. ഞാൻ വളരെ സന്തോഷവതിയാണ്. ഒരു അനുഭവം പങ്കുവയ്ക്കുക. ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടാണ് ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നത്. കാരണം ഗ്രൂപ്പിൽ ഒരുപാട് വോയിസ് ക്ലിപ്പ് വന്നിട്ടത് ഹാങ് ആകും, എനിക്കറിയാം അതൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടിയ സമയം വോയിസ് ക്ലിപ്പൊന്നും അല്ലെങ്കിൽ ഒന്നും ഞാൻ ഇടാറില്ല. പക്ഷേ ഓരോരുത്തരുടെ അനുഭവം പങ്കുവച്ചപ്പോൾ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ദീപാജിയുടെ അടുത്ത് മൈത്രി എടുക്കാനൊക്കെ പോയിരുന്നു. എൻ്റെ വലിയ സങ്കടം എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ സങ്കടത്തിൻ്റെ ഇടയിലും ഞാൻ മൈത്രി എടുത്തു. അതെനിക്ക് വലിയ അനുഭവമായിരുന്നു. അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എൻ്റെ മോളാണ് എൻ്റെ കൂട്ടത്തിൽ മൈത്രിക്ക് വന്നത്. മോളും മോടെ കുട്ടിയാണ് വന്നത്. അപ്പോഴാണ് ഞങ്ങൾ മൈത്രി എടുക്കുമ്പോൾ ഈ കുട്ടിക്ക് മോൾക്ക് 42 വയസ്സുണ്ട്. 30 വർഷമായിട്ട് അതിൻ്റെ വായ്ക്കകത്ത് നിറച്ച് ഈ കുരുക്കൾ വരും. കുരുക്കൾ വന്നിട്ട് ഈ ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല. ഈ കുരുക്കൾ വായിലെ കുറച്ച് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ അന്നനാളം തൊട്ട് ഇങ്ങനെ കുരുക്കൾ താഴോട്ട് വരുന്നത് അവൾക്കറിയാം. അപ്പോൾ അവൾക്ക് ഫുഡൊന്നും ഇറക്കാൻ പറ്റില്ല. പച്ച വെള്ളം പോലും കുടിക്കത്തില്ല. നേരം വെളുത്തെണീറ്റ് കഴിയുമ്പോഴത്തേക്കിന് ഈ വായെല്ലാം ഇങ്ങനെ ഒട്ടിയിരിക്കും. ഒട്ടിയിട്ട് അത് തുറക്കണമെങ്കിൽ വലിയ പാടാണ്. എന്നിട്ട് കുറേശ്ശെ വെള്ളം തിളപ്പിച്ചാറിച്ച് ഉപ്പ് ചേർത്ത വെള്ളം പതുക്കെ പതുക്കെ തൊട്ടേ വായി തുറക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് 30 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നമ്മളൊരു കുട്ടിക്ക് എന്തുമാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ആയുർവേദ, അലോപ്പതി എല്ലാം പരീക്ഷിച്ചു. എൻഡോസ്കോപ്പി ചെയ്തു, കൊളോണോസ്കോപ്പി ചെയ്തു. ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇതിങ്ങനെ കുരുക്കളുണ്ടാകണു എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ദീപാജിയുടെ അടുത്ത് വന്ന് മൈത്രി എടുത്ത് അപ്പോഴും ഈ കുട്ടിക്ക് സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് വായിരിക്കുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നിടത്തു നിന്ന് എൻ്റെ കൂട്ടത്തിൽ ഇതിന് വേണ്ടി വന്നതാണ്. വീട്ടിൽ വന്ന് ഒരു ഭക്ഷണവും കഴിക്കത്തില്ല, വെള്ളമൊന്നും കുടിക്കത്തില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ ഈ മക്കൾ പോയ സങ്കടത്തിൻ്റെ കൂട്ടത്തിൽ ഈ സങ്കടവും കൂടെ ആയപ്പോഴത്തെ എനിക്ക് വല്ലാത്ത വിഷമമായി. അവിടുന്ന് മൈത്രി എടുത്തു വീട്ടിൽ വന്ന് കയറി ഇതെന്നോടൊന്നും പറയണില്ല. ഇത് ചുരുണ്ടുകൂടി അങ്ങ് കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചാൽ എന്താ മോളെ, ഭക്ഷണവും കഴിക്കത്തില്ല, ഭയങ്കര സങ്കടമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് ഭയങ്കരമായിട്ട് യൂറിൻ ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു. വായ അങ്ങനെ അടിഭാഗം ഇങ്ങനെ വേദന കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ചുരുണ്ട് കൂടി അങ്ങ് കിടക്കുക. കാരണം ഞാനിവിടുന്ന് ദീപാജിയുടെ വീട് വരെ ട്രാവൽ ചെയ്തതാണല്ലോ. ആ ട്രാവലിങ്ങും കഴിഞ്ഞ് വന്നിട്ട് ഇതിന് ഭക്ഷണവും കഴിക്കത്തില്ല. എന്നാൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള കാരണമൊന്നുമില്ല. വാ തുറക്കുമ്പോൾ തൊട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്, അങ്ങനെ കുടിക്കണമുണ്ട്. ഇങ്ങനെ വന്ന് ഈ കുട്ടി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് എന്നെ കാണാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുക. അപ്പം ഞാൻ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താ ഇതിന് ചെയ്യുന്നത്? മരുന്നുകളെല്ലാം പരാജയപ്പെട്ടു. ഭയങ്കരമായിട്ട് ഞാൻ സങ്കടപ്പെട്ടിട്ട് ഞാൻ ആ കട്ടിലെ തന്നെ കുളിച്ചിട്ട് ഞാൻ എൻ്റെ മോടെ അടുത്ത കട്ടിലെ തന്നെ കയറി ഇരുന്നു. അപ്പോൾ എനിക്ക് മോളും അവൾക്ക് ഞാനും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പപ്പ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ പപ്പായ്ക്ക് ഇങ്ങനെ ഭക്തിയിലൊന്നും അധികം വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഗുരുവിനെ പ്രാർത്ഥിച്ചു, ബാബായെ പ്രാർത്ഥിച്ചു, മോഹൻജിയെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ജപമാല എടുത്തിട്ട് ഞാൻ ബാബായെ 108 തവണ ജപമാലയിൽ 108 പ്രാവശ്യം ജപിച്ചു. ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, എൻ്റെ ബാബ എനിക്ക് സങ്കടം കാണാൻ വയ്യ. ഞാൻ ഈ രോഗം എടുക്കാൻ വേണ്ടി പറയുമല്ല. എൻ്റെ ബാബായിക്ക് എനിക്ക് ഒരിക്കലും രോഗം കൊടുക്കാൻ, എൻ്റെ ഗുരുജിക്ക് ഒരിക്കലും രോഗം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കഴിയുന്നിടത്തോളം ഞങ്ങൾ തന്നെ വഹിക്കാനാണ്. പക്ഷേ എൻ്റെ മോളുടെ ഈ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റണില്ല. വായിക്കൂടാൻ പറ്റണില്ല, യൂറിനും പോകാൻ പറ്റണില്ല, വേദന സഹിക്കാൻ പറ്റണില്ല. ബാബ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒന്നുമില്ല എൻ്റെ മനസ്സിൽ. ഈ ബാബായോടും ഗുരുജിയോടും ഞാൻ മോഹൻജിയോടും പ്രാർത്ഥിച്ചു. ആ കൂടെ ഞാൻ ദീപാജിയോടും പറഞ്ഞു, ദീപാജി ഞാൻ മൈത്രി എടുത്തിട്ട് വന്നതല്ലേ, ഗുരുവിനോട് ഒന്ന് പറയാ. ദീപാജി ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോഴത്തേക്കിന് എൻ്റെ മോള് ഞാനൊരു പകുതി ജപിച്ചപ്പോഴത്തേന് ഇതങ്ങ് മയങ്ങിപ്പോയി. അപ്പോൾ ഏകദേശം ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ടാവാം. അപ്പോൾ ദീപമൊക്കെ വെച്ചു ഞാൻ ജപിച്ചിട്ട് വന്നിരിക്കുക. അപ്പോഴത്തേക്കിന് ഈ കുട്ടി ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ കുട്ടി ഉറങ്ങിയതല്ലേ, ഇതിനെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനെ ഭക്ഷണം കഴിക്കാനും വിളിച്ചില്ല.
ബാത്റൂമിൽ പോകാനൊന്നും വിളിച്ചില്ല. ഞാനും എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങിയില്ല, ഞാൻ വെറുതെ കിടക്കുക. ഒരു 11:30 മണി രാത്രിയായപ്പോൾ ഈ കുട്ടി എണീറ്റ് ബാത്റൂമിൽ പോകണ കണ്ടപ്പം ഞാൻ ചോദിച്ചു, മോളെ മറ്റേ ബാത്റൂമിൽ പോകാൻ പറ്റില്ല, കരഞ്ഞു കൂവിയേ വരുള്ളൂ. എന്നിട്ട് ആ കുട്ടി ഐസൊക്കെ എടുത്ത് വയ്ക്കും. അതുപോലെ പ്രയാസമാണ്. ഐസ് എടുത്ത് പാൻറ്റീസിനകത്ത് വയ്ക്കണമെങ്കിൽ ഒരാളിൻ്റെ വിഷമം നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഈ കുട്ടി ഒരു 11:30 മണിയായപ്പോഴത്തേക്കിനും ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് വേദന പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോക്ക് തോന്നണതാ, കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉറങ്ങാനായിട്ട് കിട്ടുവോളെ. നേരം വെളുത്ത് 8 മണിയായി ബാത്റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ്റെ വേദന ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ ഭാഗ്യമായി, എങ്കിലും നമുക്ക് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് ഡോക്ടറെ പോയി യൂറിനൊക്കെ കൾച്ചർ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കരമായ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് വേദന? അപ്പോൾ പറഞ്ഞു, വേദന ഉണ്ടായിരുന്നു ഡോക്ടർ, എനിക്ക് ഭയങ്കരമായ വേദന ഉണ്ടായിരുന്നു, രാവിലെ വേദന കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ മെഡിസിൻ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, മെഡിസിൻ ഡോക്ടറെ ആദ്യമായിട്ട് കാണാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമായി. പിന്നെ ഈ കുട്ടി അത് കൾച്ചർ ചെയ്തിട്ട് അതിന് വേണ്ടുന്ന മരുന്നുകളൊക്കെ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഈ വായയുടെ പ്രശ്നത്തിനും ഞാൻ രാവിലെ തന്നെ ഡോക്ടറുടെ അടുത്ത് പോയ കൂട്ടത്തിൽ ഈ വായയുടെ കാര്യവും കാണിച്ചു. അപ്പോൾ ഈ യൂറിൻ ഇൻഫെക്ഷൻ എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല, ആ പെയിൻ എങ്ങനെ പോയെന്നറിയില്ല. പിന്നെ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുത്തു, അത് വേറെ. ഈ വായയുടെ കാര്യം ഇന്ന് ഈ ദിവസം വരെ എനിക്ക് തോന്നുന്നത് ഞാൻ പോയതൊരു ഫെബ്രുവരി മാർച്ച് പോലെ, കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കണില്ല. ഇന്ന് വരെ ആ കുട്ടിക്ക് മറ്റേ ഒരു മാസത്തിൽ 15 ദിവസവും വായിക്കകത്ത് കുരുക്കൾ വന്നിട്ട് അതിന് കഴിക്കാൻ വയ്യ, കരച്ചിൽ, ആരോടും പറയുകയില്ല, പച്ചവെള്ളം കുടിക്കത്തില്ല. അങ്ങനെ എൻ്റെ മോളുടെ ആ 2 രോഗവും ഇന്ന് ഈ നിമിഷം വരെ അവൾ എന്നോട് പറയും, മമ്മി ബാബ വന്ന് എന്നെ സുഖപ്പെടുത്തിയതാണ്. അപ്പോൾ അവൾക്ക് ബാബായെക്കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ജപിക്കുന്ന കണ്ടു. അപ്പോൾ അവൾ ആരോടൊക്കെയോ പറഞ്ഞു, എൻ്റെ അമ്മ ജപിച്ചു, എനിക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഞാനല്ല, എൻ്റെ ബാബായ്ക്ക് ഞാൻ രോഗം പകുത്തു കൊടുത്തതല്ല, എൻ്റെ ഗുരുജിക്ക് ഞാൻ രോഗം പകുത്തു കൊടുത്തതൊന്നുമല്ല. പക്ഷേ എൻ്റെ മോള് വളരെ അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് വരെ വായിലൊരു കുരു വന്നിട്ടില്ല, പിന്നെ യൂറിൻ ഇൻഫെക്ഷനും ഉണ്ടായിട്ടില്ല. അത് ഭയങ്കര മിറാക്കിളാണ്. കാരണം 15 ദിവസവും വായി വയ്യാണ്ടിരിക്കുക. അങ്ങനെ യൂറിൻ ഇൻഫെക്ഷനും അതേപോലെ തന്നെ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഉറങ്ങുന്നത് ഞാൻ ഉറക്കഗുളിക കഴിച്ചിട്ടാണ് ഉറങ്ങാറ്, അല്ലാതെ എനിക്ക് ഉറക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് എൻ്റെ സാഹചര്യം. അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങിയാൽ എനിക്ക് ഉറക്കത്തിൽ ഒരു സ്വൈര്യവുമില്ല. സ്വൈര്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നൊന്നുമല്ല. നമുക്ക് എന്തൊക്കെയോ വല്ലാത്ത, എൻ്റെ എല്ലാം മരിച്ചുപോയ ആൾക്കാരെ ഞാൻ കാണും. അവർക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നു, വിളമ്പി കൊടുക്കുന്നു, പിന്നെ അവരെൻ്റെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ. എൻ്റെ കുട്ടികളെ മാത്രം ഞാൻ കാണാറില്ല. ബാക്കി പപ്പായുടെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങള്, അച്ഛനെ, അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇങ്ങനെ എല്ലാവരെയും കാണും. പക്ഷെ അവർക്ക് അവരുടെ കൂടെ ഇരുന്ന് ഞാൻ കഴിക്കുന്നു. പക്ഷെ എനിക്ക് എന്തൊക്കെയോ പ്രയാസമാണ് അന്നേരം. പിന്നെ ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കണോ, വീടെല്ലാം ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുന്നു. എനിക്ക് പൊതുവേ കുറച്ച് വൃത്തി കൂടുതലുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ അലങ്കോലമായിട്ട് വീട് കിടക്കുമ്പോഴത്തേനും ഞാൻ ഈ തൂത്തുവാരി വൃത്തിയാക്കുമ്പോൾ ഇതൊന്നും പൂർണ്ണമാകുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഉറക്കത്തിൽ, ഭയങ്കര സ്വപ്നങ്ങൾ. ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഈ സ്വപ്നങ്ങൾ പോകത്തില്ല. അപ്പോൾ ഞാൻ നമ്മുടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന കൂട്ടത്തിൽ പുണ്യവധു സ്വപ്നനാശന എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഞാനത് ആവർത്തിച്ച് ജപിക്കും. എവിടെ ഒരു ഇതുമില്ല. അങ്ങനെയായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാനും മടുത്തു. എനിക്ക് ഉറങ്ങാൻ പേടിയായി തുടങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ കുളിച്ച് വൈകുന്നേരം വിളക്ക് കൊളുത്തി കിടക്കാൻ നേരം ഞാൻ ബാബയെ പ്രാർത്ഥിക്കും, മോഹൻജിയും പ്രാർത്ഥിക്കും, ഗുരുവിനെ ധ്യാനിക്കും. എന്നിട്ട് പറയും, ഭഗവാനെ, 2 പേരും ഭഗവാനെ, മോഹൻജിയും ഭഗവാനെ എന്ന് വിളിക്കും, ഭഗവാനെ എനിക്ക് എൻ്റെ ഈ ദുസ്വപ്നത്തിൽ തന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടക്കും. ഇപ്പോൾ ഏകദേശം 15 ദിവസമായി ഞാൻ യാതൊരു സ്വപ്നങ്ങളും കാണാറില്ല. അഥവാ ഞാൻ കാണുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല, സ്വപ്നങ്ങൾ കാണാറില്ല. എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു മിറക്കിളാണ്. മിറക്കിളെന്ന് പറഞ്ഞാൽ എനിക്കത് നിസ്സാരമായിട്ട്, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഒരു നിസ്സാരമായിരിക്കാം. പക്ഷേ ഇതെനിക്ക് ഗുരുവിലേക്ക് അടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു അനുഭവമാണ്. ഈ കൂട്ടത്തിൽ അവസാനമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മെഡിറ്റേഷൻ എക്സ്പീരിയൻസിനെ. ഞാൻ നേരത്തെ മെഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 2 അഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മണിക്കൂറുകളോ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ സത്യസന്ധമായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ കണ്ണടച്ചിരിക്കുന്നതിനെ അല്ല ഉദ്ദേശിക്കുന്നത്, ചിന്തകളില്ലാത്ത അവസ്ഥയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം ചെയ്തോളൂ. പക്ഷേ
നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭയമാണ് വരുന്നതെങ്കിൽ അപ്പോൾ നിർത്തുക മെഡിറ്റേഷൻ. ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് പറയാറുണ്ട്, നിങ്ങൾ തൽക്കാലം മെഡിറ്റേഷൻ നിർത്തിവെക്കുക, നിങ്ങൾ നാമജപം ചൊല്ലുക, ഗുരുവിന്റെ ഗായത്രി മന്ത്രം ചൊല്ലുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂർത്തിയുടെ ഗായത്രി മന്ത്രം ചൊല്ലുക. ഗുരു ചൊല്ലി തന്ന മന്ത്ര ഉപദേശം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അത് ചൊല്ലി ചൊല്ലി നമുക്ക് ഗുരു കൂടെയുണ്ട്, നമ്മുടെ മനസ്സിന് ധൈര്യം വന്ന് നമ്മൾ കുറെ ക്ലെൻസിങ് നടച്ചാൽ മാത്രം നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോകും. അങ്ങനെ ഒരു ക്ലെൻസിങ് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോകുക. ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു കടിഞ്ഞാണി ഇല്ലാത്ത കുതിരയെ പോലെയാണ് ഇത്ര കാലം ഉണ്ടായത്, ഇത്ര ജന്മങ്ങളിൽ ഉണ്ടായിരുന്നത്. ചിന്തകൾ, നിങ്ങളൊന്ന് ചിന്തകൾ ഇല്ലാതെ ഇരിക്കാൻ ശ്രമിച്ചാൽ അറിയാം എത്രമാത്രം ചിന്തകളാണ് വരുന്നതെന്ന്. അപ്പോൾ ഒരു കടിഞ്ഞാണില്ലാതെ ഓടുന്ന കുതിരപ്പുറത്ത് കയറി ഇരിക്കുന്നത് പോലെയാണ് പെട്ടെന്ന് മെഡിറ്റേഷനിലേക്ക് കയറുമ്പോൾ. ആ കുതിര ചിലപ്പോൾ ഒരു തട്ട് തന്ന് താഴെ ഇട്ടുന്നു ഇരിക്കും, ചവിട്ടിയെന്ന് ഇരിക്കും, അതിൽ പരിക്കുകൾ പറ്റും. കാരണം ഇതിനു മുമ്പ് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായ ഒരു സഹോദരിയുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം പലരും എനിക്ക് ഇങ്ങനത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശ്വാസമില്ലാത്തവരെ കേരളത്തിലെ സൈക്യാട്രിസ്റ്റുകളെ സമീപിച്ചാൽ അറിയാം, അവരുടെ അടുത്ത് ചെല്ലുന്നുണ്ടാവും ഇങ്ങനത്തെ പ്രശ്നങ്ങളും കൊണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇപ്പോൾ ഈ മെസ്സേജ് ഇട്ടിരിക്കുന്ന സഹോദരിയുടെ ആ വോയിസ് ക്ലിപ്പ് ഉണ്ട്, അവർ ഒരാഴ്ചയോളം മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നു. എന്താ കാരണം? മെഡിറ്റേഷൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ നിർത്തിവെക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. മന്ത്രജപത്തിന് അത്രയധികം പ്രാധാന്യം കലികാലത്തിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം കലികാലത്തിലെ ആത്മാക്കള് കുറച്ച് മായയിൽ അകപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. മായ എന്ന് നമ്മൾ പറയുന്നത് ആ ഒരു പ്രകൃതിയുടെ നെഗറ്റീവ് എനർജികളുടെ സ്വാധീനത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മെഡിറ്റേഷനിലേക്ക് കയറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല. നിങ്ങൾക്ക് മനസ്സിന് കട്ടി കുറഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ ക്ലെൻസിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മെഡിറ്റേഷൻ സാധിക്കില്ല. ഒരു ഗുരു കൂടെ ഉള്ളപ്പോൾ ഈ ഗൈഡഡ് മെഡിറ്റേഷനിൽ ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഇനി നേരത്തെ മെഡിറ്റേഷൻ ചെയ്ത് പ്രശ്നങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ വരുമ്പോൾ പോലും ഭയം തോന്നാറുണ്ട്, പക്ഷെ പതുക്കെ പതുക്കെ ആ ഭയം പോവാറുണ്ട്. അപ്പോൾ ഭയം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റാണ്. ഭയമില്ലായ്മയാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക. അപ്പോൾ ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം മന്ത്രജപമൊക്കെ നടത്തി ഗുരു കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നതിന് ശേഷം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ മന്ത്രജപത്തിലൂടെ മോക്ഷം കിട്ടിയ വസുദേവ സ്വാമികളെ പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്തു. മന്ത്രജപത്തിന് നിസ്സാര പ്രാധാന്യമല്ല ഗുരുക്കന്മാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മന്ത്രജപത്തിലൂടെ മാത്രം, അതുകൊണ്ടാണ് കലിക്കാലത്തിൽ മന്ത്രജപം പറയുന്നത്. മനസ്സിനെ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇത് ഇലക്ട്രോണിക്സ് യുഗമാണ്. പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ഒരുപാട് വൈബ്രേഷൻസ്, തരംഗങ്ങളുണ്ട്. അപ്പോൾ ഒരു ഗുരു കൂടെ ഉണ്ട് എങ്കിൽ നമ്മൾക്ക് ഒരു ഗുരുവിന് വ്യക്തമായിട്ട് ഉത്തരങ്ങൾ തരാൻ സാധിക്കണം. ഓരോ ശിഷ്യർക്കും ഉത്തരം. ഇപ്പോൾ ഞാൻ വേറൊരു വോയിസ് ക്ലിപ്പ് ഷെയർ ചെയ്യാം. നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എന്ത് തരത്തിലുള്ള സംശയമാണെങ്കിലും, ജെനുവിൻ സംശയമാണെങ്കിലും ഉടനെ ഉത്തരം കിട്ടാറുണ്ട്. ആരിൽ നിന്നെങ്കിലും, ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ളവർ തന്നെയായിരിക്കും, ചിലപ്പോൾ ഞാൻ രാവിലെ ഇതുപോലെ ഇടുന്ന വോയിസ് ക്ലിപ്പിലൂടെ പലർക്കും ഉത്തരം കിട്ടാറുണ്ട്. മറ്റു ചിലർക്ക് ഏതെങ്കിലും പുസ്തകം തുറന്നു നോക്കുമ്പോൾ എങ്ങനെ ആയിക്കോട്ടെ നമ്മൾക്ക് ഈ പ്രപഞ്ചം നമുക്ക് ഉത്തരം തന്നിരിക്കും. അങ്ങനെ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾക്ക് അപ്പോൾ തന്നെ ഉത്തരം കിട്ടാറുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ സംശയങ്ങൾ നിർത്തിയ ഒരു ഗുരുവിൻ്റെ കൂടെ സേഫായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുക, അപകടങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. അതിനാണ് ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് വീണ്ടും ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പലപ്പോഴും ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിട്ട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുക ഈ ക്ലെൻസിങ്ങിന്റെ ഭാഗമാണ്. കാരണം ഒരുപാട് ജന്മത്തെ കർമ്മങ്ങൾ നമുക്ക് ബാലൻസ് ഉണ്ട്. അത് ജന്മത്തിന്റെ ബാലൻസ് ആണ്, നിർത്തിയെടുത്തതാണ് തുടങ്ങുന്നത്, അതാണ് ഈ അനുഭവിക്കേണ്ടി വരുന്നതെന്നൊക്കെ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പുതിയ കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരിക്കാം വീണ്ടും 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 ഗുരു അത് ഓർമ്മിപ്പിക്കുകയാണ്. ഗുരു അതുപോലത്തെ എക്സ്പീരിയൻസുകൾ നമുക്ക് തരികയാണ്. അപ്പോൾ നമ്മൾ ആ ഗുരുവിനുള്ള വിശ്വാസം, ഭക്തി മാത്രം മതി. വളരെ എളുപ്പമാണ് ഗുരുവായിട്ട് കണക്ട് ചെയ്യാൻ. ഗുരു പറയാറുണ്ട്, എന്നെ ഓർത്താൽ മതി, പിന്നെ ഗുരുവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ചാൽ മതി. ഗുരു പറയുന്ന കാര്യങ്ങൾ അത് കേട്ട് പോയി കഴിഞ്ഞാൽ ഗുരുവായിട്ട് കണക്ഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ ആ ഗുരുവിന്റെ സാന്നിധ്യത്തിലൂടെയാണ് നമ്മൾ ഈ സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഗുരുവിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. മോഹൻജിയുടെ ശബ്ദമായിട്ടും മോഹൻജിയുടെ ആ ഒരു ഗൈഡൻസ് ആയിട്ടും കൂടെയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. അങ്ങനെ കുറച്ചങ്ങ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുകളിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും എക്സ്പീരിയൻസ് ഒരുപാട് പേര് ഷെയർ ചെയ്യാറുണ്ട്. പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു മാനസികമായിട്ടുള്ള പക്വത മുമ്പോട്ടേക്ക് വരും. പലപ്പോഴും അത്ഭുതങ്ങളും നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങനെ മുമ്പോട്ടേക്ക് പോവുക.
എടുത്തു ചാടി നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഭയം തോന്നി തുടങ്ങിയാൽ അപ്പോൾ അവിടെ നിർത്തുക, കണ്ണ് തുറക്കുക. കണ്ണ് തുറന്നിട്ട് നിങ്ങൾ ഇനി മന്ത്രജപത്തിലൂടെയും സേവയിലൂടെയൊക്കെ ക്ലെൻസിങ് നടത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോയാൽ മതി. കാരണം ഒരു കാര്യത്തിന് 2 വശം ഉണ്ടെങ്കിൽ ആ 2 വശവും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. പലപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുടെ കാര്യം ഇരുട്ടത്താണ്, അത് വെളിയിലേക്ക് വരുന്നില്ല. കാരണം എനിക്ക് തന്നെ എത്രയോ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞു. ഞാൻ എല്ലാവരുടെയും പേര് പറയാറില്ല, പക്ഷെ ഇപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് ഷെയർ ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഇങ്ങനത്തെ മെസ്സേജുകൾ എനിക്ക് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിവെക്കുക. നിങ്ങൾ പിന്നീട് അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കരുത്. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സ് സ്വസ്ഥമായി കഴിയുമ്പോൾ പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അങ്ങനെയുണ്ട്. നമ്മുടെ മിറക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം എക്സാക്ട്ലി ഇത് ആരൊക്കെയാണെന്ന്. അവർ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു ഗുരുവിനെ അറിയാം ഒരു ശിഷ്യന് എന്തുമാത്രം വോൾട്ടേജ് ഒക്കെ എടുക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ കപ്പാസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഗുരുവിന് തീർച്ചയായിട്ടും അറിയാം ഓരോരുത്തർക്ക് എന്താ പറ്റിയെന്ന്. അത് മാത്രമല്ല, ഒരിക്കലും ഒരു പാത മാത്രമാണ് ശരിയെന്ന് സദ്ഗുരുക്കന്മാർ പറയാറില്ല. അതിനാണ് പല പാത പറയുന്നത്. ഇവൻ കൃഷ്ണൻ പോലും അർജുനന് ഇത്രയും 18 അധ്യായങ്ങളിൽ പലതരത്തിലുള്ള പാതകളെ പറ്റി പറഞ്ഞിട്ട് കൃഷ്ണ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, അർജുന ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നു, ഇനി നീ ആലോചിച്ച് നിനക്ക് യുക്തം എന്നതുപോലെ ചെയ്യുക. അപ്പൊ ഫ്രീ വിൽ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ പാതയിൽ ഒരു യഥാർത്ഥ സദ്ഗുരു തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് യോജിച്ചത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ യുക്തി അനുസരിച്ച് വേണം ചെയ്യാൻ എല്ലാ കാര്യത്തിലും. ഇപ്പൊ ആത്മീയ പാതയിലും മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമ്മുടെ ആ വിവേചന ശക്തി അത് ഉപയോഗിക്കുക. നോ വേണ്ടിയെടുത്ത് നോ പറയാൻ പഠിക്കുക, യെസ് വേണ്ടിയെടുത്ത് യെസ് പറയാൻ പഠിക്കുക. അല്ലാതെ ഇതിൽ ഭയത്തിന് യാതൊരു പ്രാധാന്യമില്ല. നമ്മുടെ ഈ ഒരു പാതയിൽ ഭയം എന്ന് പറയുന്നത് ഒരു മൂല്യമില്ലാത്തൊരു കാര്യമാണ്. ഭയം ഇല്ലാതാവുക എന്നുള്ളതാണ് ഈ പാതയുടെ പ്രത്യേകത. അതേപോലെ തന്നെ ഗുരു പറയുന്ന പ്രത്യേക കാര്യങ്ങളുണ്ട്. സമൂഹത്തിനെ ഭയന്നിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾ സമൂഹത്തിനെ ഭയന്നിട്ടല്ല ജീവിക്കേണ്ടത്. നിങ്ങൾക്ക് മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനായിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും ഗുരു പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് മുമ്പോട്ടേക്ക് പോവുക. നമസ്തേ ദീപാജി, ഞാനും പ്രീതി അനിൻ്റെ പോലെ ഒരു അനുഭവസ്ഥയാണ്. പിന്നെ ആ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി, ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ അതിനുശേഷം ഞാൻ പിന്നെ ചാനൽ നോക്കിയിട്ട് പോലുമില്ല. ഇങ്ങനെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടൊക്കെ ഒക്കെ അവർ വീഡിയോ ചെയ്തെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ പിന്നെ ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5-2 വർഷത്തോളമാകുന്നു. അതിനുശേഷം ഞാൻ അവരുടെ മൊത്തം ബ്ലോക്ക് ചെയ്ത് ഞാൻ അതിൽ കയറിയിട്ട് പോലുമില്ല. പിന്നെ ഇതൊന്നും കാണാനും കേൾക്കാനും എല്ലാം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പതുക്കെ കൊണ്ട് ഞാൻ പിന്നെ വിളക്ക് കത്തിക്കാനും മറ്റ് ധ്യാനത്തിലും ഇതിലെല്ലാം ധ്യാനത്തിലെല്ലാം നാമജപത്തിലൊക്കെ വന്നു. പഴയതിനെക്കാട്ടിയും ഉന്മേഷമായിട്ട് ഇപ്പം നന്നായിട്ട് നാമജപം എല്ലാം നടത്തി ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ അടുത്ത സമയത്ത് ദീപാജിയുടെ ഈ മോഹൻജിയുടെയൊക്കെ ചാനൽ കാണാനും വീഡിയോസ് കാണാനും ഒക്കെ ഇടയായതും. എങ്കിലും ധ്യാനത്തിലിരിക്കുന്നതൊക്കെ പറയുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ അതിനു മുമ്പ് എനിക്ക് സായിബാബയെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ദീപാജിയുടെ 2-3 വീഡിയോസ് കണ്ടതിന് ശേഷമാണ് പിന്നെ സായി സച്ചേതം വാങ്ങിക്കണമെന്നും ഒക്കെ എൻ്റെ മനസ്സിൽ തോന്നിയതും. അങ്ങനെ ഞാൻ ആ ബുക്ക് വായിച്ച് 1 മാസത്തിനകം എനിക്ക് തിരുവനന്തപുരത്ത് സായിബാബയുടെ ഒരു ആശ്രമത്തിൽ ശുദ്ധിപുരിയിൽ പോകാനും അവിടെ പോയി കുറേ നേരം ഇരുന്ന് ധ്യാനിക്കാനൊക്കെ എനിക്ക് പറ്റി. അത് നല്ലൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിനെല്ലാം ചേർത്ത് ഞാൻ പിന്നെ ദീപാജിക്ക് മെസ്സേജ് ഇട്ടപ്പോഴാണ് എന്നെ ഇതിൽ ചേർത്തത്. ഞാനങ്ങനെ മൈത്രിയൊക്കെ ചെയ്ത് എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. ഒരുപാട് മാറ്റം എന്ന് വെച്ചാൽ ദീപാജിയുടെ ആ മൈത്രിക്ക് ശേഷം എൻ്റെ മനസ്സിൽ രണ്ടുമൂന്നും കുടുംബപരമായിട്ട് കുറച്ച് ശത്രുത. എനിക്ക് ഈ അസുഖം വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹസ്ബൻഡ് കുടുംബത്തിലുള്ള കുറേ പേരുമായിട്ട് ഞാനിന്ന് മിണ്ടാതൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പം അവനോടൊരു നാത്തൂൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടന്നിട്ട് ഞാൻ അവിടെ എങ്ങും പോകത്തില്ല, അവരെല്ലാവരും കൂടാണ് എനിക്ക് സുഖമില്ലെന്നും പറഞ്ഞ് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരുമായിട്ടൊക്കെ ഭയങ്കര ദേഷ്യവും പരിഭവമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ദീപാജിയുടെ മൈത്രിയും ചെയ്ത് ഒരു ദിവസം നല്ല ധ്യാനമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മെഡിറ്റേഷൻ ഓഫ് പ്യൂരിറ്റി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആരോട് ശത്രുതയില്ല. അവരെയൊക്കെ കണ്ടിട്ട് അപ്പോൾ അവിടെ പോയി
പോയി. നാത്തൂൻ്റെ ഹസ്ബൻഡ് വളരെ സീരിയസ് ആയി കിടക്കുകയായിരുന്നു. അവിടെ പോവുകയും സഹകരിക്കുകയൊക്കെ ചെയ്ത് ഇന്ന് അദ്ദേഹം മരിച്ചു. അവനവിടെ പോയി എല്ലാവരുമായിട്ട് നല്ല സന്തോഷപ്പെട്ടു. ആരോടും എനിക്കിപ്പോൾ ഒരു മറ്റത് എല്ലാവരോടും പിന്നെ വീട്ടിൽ തന്നെ ഹസ്ബൻഡുമായിട്ടും ഒക്കെ ഇത്തിരി പ്രശ്നങ്ങളും മിണ്ടാതെയൊക്കെ ആയിരുന്നു. അതിന് ശേഷം നല്ല സന്തോഷമായിട്ട് കുടുംബജീവിതമൊക്കെ നല്ല പണം പോകുന്നു. അതാണ് തന്നെ മോക്കും അങ്ങ് സന്തോഷമായി ഇതൊക്കെ കണ്ടപ്പോൾ. ഇന്നിപ്പം അവിടെ മരണം വീട്ടിൽ പോയിട്ട് എല്ലാവരും മിണ്ടാതിരുന്ന എല്ലാവരുമായിട്ട് നല്ല എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ആരോടും ഒരു ശത്രുത തോന്നിയില്ല. എല്ലാവരുമായിട്ട് സഹകരിക്കാനും എല്ലാം എനിക്ക് പറ്റിയെല്ലാം ബാബാജിയുടെയും മോഹൻജിയുടെയും ദീപാജിയുടെയും അനുഗ്രഹം കൊണ്ടൊന്നും ഇപ്പം ആരോടും എനിക്കൊരു വിരോധമില്ല. അതേതാണ്ട് വലിയൊരു അനുഭവമായിരുന്നു ദീപാജി. വളരെ വളരെ നന്ദി ഗുരുജി, നന്ദി മോഹൻജി, നന്ദി ബാബാജി. ഈ മാസം ഗുരുപൂർണിമ വരികയാണ്. ഒരു സദ്ഗുരുവിനെ ലഭിക്കുക എന്നുള്ള ഒരു അമൂല്യ ഭാഗ്യം ലഭിച്ചവർക്ക്, ആ ഗുരുവിൻ്റെ പ്രസൻസ് കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഗുരുപൂർണിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഗുരുപൂർണിമ നമ്മുടെ സഹോദരിമാര് കുറച്ച് പേര് കൂടിയിട്ട് ഗുരുവായൂര് നമ്മളെല്ലാവരും കൂടെ ആഘോഷിക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗുരുപൂർണിമ ദിവസം ഗുരുവായൂരപ്പൻ്റെ അവിടെ ഭജനയും സത്സംഗവും മെഡിറ്റേഷനുമായിട്ടെല്ലാം കൂടാമെന്ന് കരുതുന്നു. അതിന് താല്പര്യമുള്ളവർ അറിയിക്കുക. ഞാൻ വെന്യൂവും സ്ഥലമെല്ലാം അറിയിക്കുന്നതാണ്.